അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ അനുദിനം ത്വരീഖത്തുകൾ വർദ്ധിച്ചു വരികയാണ്, സംഘടനകൾ വർദ്ധിച്ചു വരികയാണ്. ഇത് പല ആളുകളിലും അലോസരം ഉണ്ടാക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ ഈ ത്വരീഖത്തുകളുടെ ബാഹുല്യം മൂലം, ഈ ത്വരീഖത്തുകളുടെ അനിതര സാധാരണമായ അപ്രതിഹതമായ ഈ കുത്തൊഴുക്ക് മൂലം ബിദ്അത്തുകൾ ഇങ്ങനെ വർദ്ധിച്ചിട്ട് നരകത്തിന്റെ വഴിയിലേക്ക് പ്രലോഭിതരായ ആളുകൾ ഇങ്ങനെ വല്ലാതെ ഒഴുകുമെന്നുള്ള പേടിയാണ് ദഅവത്തും അമലും ഒക്കെയുള്ള എല്ലാം തികഞ്ഞ പ്രബുദ്ധരായിട്ടുള്ള സത്യവിശ്വാസികൾക്കുള്ളത്. എൻ്റെ പൊൻ സഹോദരന്മാരെ, ഇതിന് മാത്രം ഉഷ്ണിക്കാൻ മാത്രം പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. ഈ സമുദ്രത്തിന്റെ അടുത്ത് പോയി എന്നിട്ട് ഈ സമുദ്രം എൻ്റേതാണ് എന്ന് പറയുന്നതിന് പകരം ഓരോരുത്തരും ആ സമുദ്രത്തിൽ നിന്ന് ഓരോ ബക്കറ്റ് വെള്ളം കോരി എടുത്തിട്ട് ഇതെന്റെ ബക്കറ്റാണ്, ഇതെന്റെ വെള്ളമാണ് എന്ന നിലയിൽ അഭിരമിക്കുന്ന ഒരു മനോഭാവത്തിന്റെ പൂർത്തീകരണമാണ്, സാക്ഷാത്കാരമാണ് വർദ്ധിച്ചു വരുന്ന ത്വരീഖത്ത് ആവിഷ്കാരങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന. അത്രയും നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ പുതിയ പുതിയ സംവിധാനങ്ങൾ, സംരംഭങ്ങൾ, സരണികൾ, ത്വരീഖത്തുകൾ, സംഘങ്ങൾ, വിഭാഗങ്ങൾ മുസ്ലിം സമുദായത്തിനുള്ളിൽ ഉണ്ടാകുന്നതിന്റെ കാരണം ഇന്ന് പണ്ടത്തെ അപേക്ഷിച്ച് പട്ടിണി പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തൊക്കെ കുറവാണ്. അത്യാവശ്യം ആളുകൾക്ക് കഞ്ഞി കുടിക്കാൻ വകയുണ്ട്. പക്ഷെ ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ടും ഇല്ലാത്തത് മനസ്സമാധാനമാണ്. ഒരു കാര്യം അത്. മറ്റൊന്ന്, സ്നേഹവും ആത്മാർത്ഥതയും പരിഗണനയും വേണ്ടവണ്ണം കിട്ടുന്നില്ല എന്നുള്ള ഒരു ശൂന്യത പല ആളുകളും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പരിഹാരം അവർ കണ്ടെത്തുന്നത് അവരുടെ ടാവട്ടത്തിലുള്ള, അവർക്ക് കൊണ്ടു നടക്കാവുന്ന, അവർക്ക് പരസ്പരം സ്നേഹബന്ധങ്ങൾ പങ്കുവെക്കാവുന്ന, അവർക്ക് ആത്മശാന്തി, മനസമാധാനം നൽകുന്ന ആത്മീയ സാധനകളും മറ്റുമൊക്കെ കർമ്മങ്ങളും ഒക്കെ ഉള്ള ഒരു ത്വരീഖത്ത് സംവിധാനത്തിലാണ് അവർ ഇതിനുള്ള പരിഹാരം കണ്ടെത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കോടിക്കണക്കിന് അംഗങ്ങളുള്ള ഒരു സാർവദേശീയ സമുദായമാണ് മുസ്ലിങ്ങൾ. ഈ മുസ്ലിങ്ങളെല്ലാവരും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ സഹോദരന്മാരാവുന്നു. അവരൊറ്റ കുടുംബമാണ്, ഒറ്റ ശരീരമാണ്. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഒരു മുസ്ലിം ഇന്തോനേഷ്യ പോവുകയാണെന്നിരിക്കട്ടെ. അപ്പൊ അവിടെ ചെന്നിട്ട് പറയാണ്, ഇന്തോനേഷ്യയിലുള്ള ഒരു മുസ്ലിമിനോട് പറയാം ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ ചോദിക്കും അതിനിപ്പോ എന്താ, ഇവിടെയൊക്കെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, നീയും ആ കൂട്ടത്തിലൊരു മുസ്ലിം എന്നാണ്. അതേസമയം ഇവർ രണ്ടുപേരും ഒരു പ്രത്യേക ത്വരീഖത്തിന്റെ ആളുകളാണെങ്കിൽ ആ ത്വരീഖത്തില് അങ്ങനെ കോടിക്കണക്കിന് ആളുകളൊന്നും ഉണ്ടാവില്ല. ഇന്ത്യയിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ഇന്തോനേഷ്യയിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ബംഗ്ലാദേശിൽ കുറച്ച് ആൾക്കാരെ, ഫിലിപ്പീൻസിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവര് തമ്മിൽ ഒരു കുടുംബത്തിലെ അങ്കുലി പരിമിതരായ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം പോലത്തെ ബന്ധങ്ങളുണ്ടാവും. അപ്പൊ ഇവിടുന്ന് ചെല്ലുന്ന ഈ ത്വരീഖത്തുകാരൻ ഇന്തോനേഷ്യയിലുള്ള അവനോട് പറയാണ് ഞാൻ ഇന്ന ത്വരീഖത്തിന്റെ ആളാണെന്ന് പറയുമ്പോൾ അവൻ ഉടനെ തന്നെ ഇവനെ കെട്ടിപ്പുണരും, ഇവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. കാരണം അവർ തമ്മിൽ ഉണ്ടായിരിക്കണം എന്ന് വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ള ആ സാഹോദര്യ ബന്ധം, ആ സ്നേഹബന്ധം അത്രത്തോളം ഊഷ്മളവും അത്രത്തോളം അഗാധ തലത്തിലുള്ളതുമാണ്. അപ്പോൾ കൂടുതൽ എത്രത്തോളം അംഗസംഖ്യ കുറയുന്ന ഒരു സരണിയാണോ, ഒരു സംഘടനയാണോ, ഒരു ത്വരീഖത്താണോ, അതിലുള്ള ആളുകൾ തമ്മിൽ കൂടുതൽ സ്നേഹമായിരിക്കും. അതിൽ ഉള്ള ആളുകൾ ആരും സ്നേഹത്തിന്റെ പരിഗണനയുടെ ദാരിദ്ര്യം അനുഭവിക്കില്ല. എനിക്ക് വേണ്ടി ഓടി വരാൻ, എന്നെക്കുറിച്ച് ഓർക്കാൻ, എനിക്കെന്തെങ്കിലും ഒരു വിഷയം വന്നാൽ എനിക്ക് താങ്ങാവാൻ എൻ്റെ ആളുകൾ, ഇന്നിന്ന ആളുകളുണ്ടെന്ന് പെട്ടെന്ന് അവന്റെ മനസ്സിൽ മിന്നിമറയുന്ന കുറച്ച് ആളുകളാണെങ്കിൽ ആ കുറച്ച് ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ഒരുമിച്ച് കൂടി ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ, സാധനകൾ, പ്രാർത്ഥനകൾ ഒക്കെ നടത്തുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു കുളിർമ, ഒരാത്മീയ നിർവൃതി, ഒരു സായുജ്യം അവർക്ക് അനുഭവപ്പെടും.
അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും ത്വരീഖത്തോ സംവിധാനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഉണ്ടാക്കിക്കോട്ടെ. അപ്പൊ നമ്മൾ അവരൊക്കെ നരകത്തിലേക്ക് പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കിടന്ന് ഉരുകി നമ്മുടെ ജീവിതം നമ്മൾ നരകാക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പുറം വണ്ടി ഓട്ടത്തിന് വന്ന് കിടന്ന ഈ ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് വർഷങ്ങളായിട്ട് ഓടുന്ന ഓട്ടോ ഡ്രൈവർമാർ അവനെ ഓടിക്കും. ചിലപ്പോൾ അവന് തല്ലും കൊടുക്കും. ഇവിടെ കിടന്ന് ഓടാൻ പറ്റൂല, പുറം വണ്ടി ഇവിടെ അനുവദിക്കൂല, ഈ സ്റ്റാൻഡിലെ വണ്ടികൾക്ക് മാത്രമേ ഇവിടെ കിടന്ന് ഓടാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതുപോലെ നമ്മുടെ ഓൺലൈൻ ടാക്സികൾ, യൂബർ, ഓല, അങ്ങനെയൊക്കെയുള്ള യാത്രി പോലെയുള്ള ഓൺലൈൻ ടാക്സികൾ എവിടെയെങ്കിലും ഓട്ടം പിടിക്കാൻ ചെന്നാൽ നമ്മുടെ പാരമ്പര്യ ഓട്ടോക്കാർ, പാരമ്പര്യ ടാക്സിക്കാർ അവരെ തല്ലി ഓടിക്കും എന്ന് പറഞ്ഞ പോലെ പുതിയ ത്വരീഖത്തുകൾ വരുമ്പോൾ ആ ത്വരീഖത്ത് പിഴച്ച ത്വരീഖത്താണ്, അതിന്റെ അഖീദ ശരിയല്ല, അതിന്റെ വിശ്വാസം ശരിയല്ല, നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്, ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം എന്നൊക്കെ പറഞ്ഞു ഓടിക്കും. ഇപ്പൊ സലഫികളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഓരോ വിഭാഗങ്ങളും ത്വരീഖത്ത് സ്വഭാവത്തിൽ തന്നെയാണ്. മദ്ഖലി, അല്ലെങ്കിൽ അലി ഹജൂരി, മുഖ്ബിലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലതും ഒക്കെ വരുന്നുണ്ട്. ഒക്കെ ആയിക്കോട്ടെന്നേ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ത്വരീഖത്ത് ഉണ്ടാക്കുവോ, ആരെങ്കിലും ഏതെങ്കിലും ത്വരീഖത്ത് ചേരുവോ, അവരെന്തെങ്കിലും ദിക്റ് ചെല്ലുവോ, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിലുള്ള എന്തെങ്കിലും അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ആയിട്ട് നടക്കുകയോ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോ എന്താ കുഴച്ചില്? അപ്പൊ അതുകൊണ്ട് ചിലരൊക്കെ വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ ചിലപ്പോൾ വളർന്നു വരും. ചിലർക്ക് സാമ്പത്തിക നേട്ടമൊക്കെ ഇതും കൊണ്ടുണ്ടാവും. ഉണ്ടായിക്കോട്ടെ. ഈ ലോകത്ത് മനുഷ്യര് അവലംബിക്കുന്ന, അവര് കൈവയ്ക്കുന്ന, അവര് ഭാഗഭാക്കാകുന്ന എല്ലാ സംവിധാനങ്ങൾ കൊണ്ടും ഇഹലോകത്തും പരലോകത്തും ഒക്കെ ആളുകൾക്ക് നേട്ടം ഉണ്ടായിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോട്ടെ. നിങ്ങൾക്ക് എന്താ ഇതിന് മാത്രം വലിയ കണ്ണിക്കെടീന്നേ? അപ്പൊ അതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ മനസ്സിനെ വിശാലമാക്കുക. ഇതൊക്കെ ആകാം, ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളതോടൊപ്പം തന്നെ അസബിയത്ത്, സങ്കുചിതത്വം, പക്ഷപാതിത്വം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൻ തുഈന അഖാക അലൽ മഅസിയ, അധർമ്മത്തിന് വേണ്ടി, തെറ്റിന് വേണ്ടി നിന്റെ സഹോദരനെ നീ സഹായിക്കലാണ്. എന്റെ ആളായതുകൊണ്ട് അവൻ തെറ്റ് ചെയ്താലും അവന്റെ കൂടെ ഞാൻ നിൽക്കും, അവന്റെ തെറ്റിന് ഞാൻ ന്യായീകരിക്കും എന്ന മനസ്സിനാണ്, ആ നിലപാടിനാണ് അസബിയത്ത് എന്ന് പറയുന്നത്. അതിപ്പോ ഈ ത്വരീഖത്തുകൾ ഇല്ലാതെയാവുന്നത് കൊണ്ട് ഈ അസബിയത്ത് ഇല്ലാണ്ടാവില്ല. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഗോത്രപക്ഷപാതിത്വം, കബീലയുടെ പേരിൽ ഒക്കെ, വർണ്ണത്തിന്റെ പേരിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ മനുഷ്യർ നാഗരികമായി പുരോഗതി പ്രാപിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഗോത്രീയതയ്ക്ക് വേറെ പല വർണ്ണങ്ങളും ഭാവങ്ങളും ആവിഷ്കാരങ്ങളും വരാൻ തുടങ്ങി. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന സംഘടനകള്, ഉപസംഘടനകള്. ഞങ്ങൾ ഇപ്പൊ പിളരേ എന്നുള്ള നിലയിൽ പിളരാനുള്ള വെമ്പല് ഒക്കെ ചില സംഘടനകളിൽ ഉണ്ടാവുന്നത്, പുതിയ ത്വരീഖത്തുകൾ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ കബീലിയത്തിന്റെ, ഈ പറഞ്ഞ ഒരു ഗോത്രീയമായ മാനുഷിക ഭാവത്തിന്റെ തികട്ടലാണ്, അതിന്റെ ചില പ്രകടനങ്ങളാണ്. അതിൽ നിന്ന് ഒരിക്കലും മനുഷ്യന് ഒഴിവാവാൻ പറ്റൂല. കാരണം മനുഷ്യൻ ഈ അവന്റെ ത്വബീഅത്തിൽ, അവന്റെ പ്രകൃതത്തിലുള്ളതാണ് ഈ ഗോത്രീയമായ ഭാവങ്ങൾ. അവൻ്റെതായ ഒരു ചുറ്റുവട്ടം സൃഷ്ടിക്കാനും അതിലേക്ക് അങ്ങ് ഒതുങ്ങിക്കൂടാനുമുള്ള പ്രവണത. ഏതോ ചില മൃഗങ്ങള് വനത്തില് ഇങ്ങനെ ചില പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ മൂത്രമൊഴിച്ച് അവരുടേതായ ഒരു ബൗണ്ടറി അവർ സൃഷ്ടിക്കുന്ന പറയണം. അങ്ങോട്ട് പിന്നെ വേറെ ആരും കടക്കാൻ പാടില്ല. അപ്പൊ ഈ മൃഗങ്ങളെ ഏതെങ്കിലും കിതാബ് വായിച്ചു പഠിച്ചിട്ടല്ലോ ഈ സങ്കുചിതത്വം ഉണ്ടാവണത്. അത് ജന്മസിദ്ധമാണ്, നൈസർഗികമാണ്. അതുപോലെ മനുഷ്യരിലുള്ള ഈ ഗോത്രീയതയും ഈ വിഭാഗീയ ബോധവും തങ്ങളുടേതായ ഒരു പുറന്തോടിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടാനും അവര് തമ്മിൽ ഒരു പ്രത്യേക ബന്ധം സ്ഥാപിക്കാനും അത് ആസ്വദിക്കാനും ഒക്കെ ഉള്ള വെമ്പല്, അതിപ്പോ സ്വാഭാവികമാണ്, നൈസർഗികമാണ്, പ്രകൃതിദത്തമാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും സംയമനം പാലിക്കുക, സമചിത്തത പാലിക്കുക, എല്ലാവരും സമാധാനപ്പെടുക എന്നേ പറയാനുള്ളൂ.